കെ.ടി. ജലീൽ വിദ്യാർത്ഥിയെ അവഹേളിച്ച സംഭവത്തിൽ ജില്ലാ ശിശു സംരക്ഷണ വകുപ്പ് റിപ്പോർട്ട് തേടിയെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ജലീലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അധ്യാപകനും മന്ത്രിയും ഒക്കെയായിരുന്ന ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതെന്നും മന്ത്രി പ്രതികരിച്ചു. മണ്ണാർക്കാട് ഒരു ചടങ്ങിൽ വെച്ച് മുൻ മന്ത്രി ശ്രീ കെ.ടി. ജലീലിന്റെ കുട്ടികളോടുള്ള പെരുമാറ്റം തികച്ചും അനുചിതവും അവഹേളനപരവും ആണ്. ഒരു കുഞ്ഞിനോട് പൊതുസദസ്സിൽ ആളുകൾ നോക്കി നിൽക്കെ ഇത്തരത്തിൽ അപമാനിക്കുന്ന, അക്ഷരമറിയത്തില്ല, അതിൻ്റെ ചെവിയിൽ നുള്ളുന്ന പോലെ നുള്ളി എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള പെരുമാറ്റം ഒരിക്കലും ശരിയല്ല. കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണത്. കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് അത്രയും അറിയണം എന്നില്ല. ഇന്ന് ഇപ്പോൾ കുറച്ചു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുക. അധ്യാപകനായി പ്രവർത്തിച്ച അദ്ദേഹത്തിനെ പഠിപ്പിച്ച കുട്ടികളാരും അങ്ങനെ പറയില്ല. കാലം മാറി. ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ എല്ലാവരുടെ അവകാശങ്ങൾക്ക് മറ്റെന്തിനേക്കാൾ പ്രാധാന്യം നൽകുന്നൊരു സമൂഹമാണ് പൊതുവെ എല്ലായിടത്തും, പ്രത്യേകിച്ച് കേരളത്തിൽ. ശാസ്ത്രീയമായും അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അത്തരത്തിലുള്ള അധ്യാപന രീതിയാണ് നമ്മുടെ സമൂഹം, നമ്മുടെ നാട് പിന്തുടരുന്നത്. അതിനൊക്കെ എത്രയോ വിപരീതമായാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമുണ്ടായത്. തെറ്റ് ബോധ്യപ്പെടാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഒരു മന്ത്രിയായി പ്രവർത്തിച്ച ഒരാൾ, അധ്യാപകനായി പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് തിരിച്ചറിയാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടി, ഇപ്പോൾ CPM-ലൊക്കെ അദ്ദേഹം മെമ്പർഷിപ്പൊക്കെ എടുത്തിരിക്കുകയില്ലേ, അപ്പോൾ ആ പാർട്ടിയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ശിശു വികസന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറ്റകരമായ ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പ്രൊട്ടക്ഷൻ ഓഫീസർ, ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറെ മണ്ണാർക്കാടേക്ക് അയച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് കിട്ടിയാലുടൻ ബാക്കി കാര്യങ്ങൾ ആലോചിക്കും.